ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് ഇന്ത്യൻ സോഷ്യോളജിയുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ആയിരിക്കും. സോ MA സോഷ്യോളജി നമുക്കറിയാം, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പേപ്പറാണിത്. സോ ഇഗ്നോ സ്റ്റുഡൻസിന് അറിയാം 1970s സോഷ്യോളജിയിലുള്ള മേജർ ട്രെൻഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 1950s 1960s ആ ഒരു ഡീക്കേഡിലുള്ള സോഷ്യോളജി ഡെവലപ്മെന്റ് നമ്മൾ കാര്യമായി തന്നെ ഡിസ്കസ് ചെയ്തു, ആൻസറും ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ 1970s മേജർ ട്രെൻഡ്സ് ഇൻ സോഷ്യോളജി ഇൻ ഇന്ത്യ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം വരുന്ന മേഖലയാണ്. തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ 1950s കാലഘട്ടം പറഞ്ഞപ്പോൾ ഒരുപാട് മെത്തേഡ്സ് പുതുതായിട്ട് തുടങ്ങി വെച്ചു. എംപിരിക്കൽ മെത്തേഡ്സ്, വില്ലേജ് സ്റ്റഡീസ്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് നടന്നത്. ഓക്കെ, അതിന്റെയൊക്കെ കണ്ടിന്യൂവേഷൻ നടന്നു, അത് കാര്യമായ അതിൽ ഡെവലപ്മെന്റ്സ് നടന്നു. പ്ലസ് എ ന്യൂ ഓറിയന്റേഷൻ ടുവാർഡ്സ് ക്രിട്ടിക്കൽ ആൻഡ് ഇഷ്യൂ ബേസ്ഡ് റിസർച്ച്. ഓക്കെ, 1950s ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് കൂടുതലും സ്ട്രക്ചറൽ ഫങ്ഷണലിസം ആയിരുന്നു. ഓക്കെ, സ്ട്രക്ചറൽ ഫങ്ഷണലിസം, അതായത് അവർ കാസ്റ്റ് സിസ്റ്റത്തെയും അതിനെയൊക്കെ അനുകൂലിച്ചുള്ള സംസാരമായിരുന്നു കൂടുതൽ. പക്ഷേ അന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, AR ദേശായ പോലുള്ളവർ, മാർക്സിസ്റ്റ് ചിന്താഗതിക്കാർ അതിനെതിരെ സംസാരിച്ച് തുടങ്ങുന്നേ ഉള്ളായിരുന്നു അവിടെ. അപ്പം ഒരു ക്രിട്ടിക്കൽ സ്റ്റാൻഡ് പോയിന്റ് കൂടി വരികയായിരുന്നു. ക്രിട്ടിക്കൽ ആൻഡ് ഇഷ്യൂ ബേസ്ഡ് റിസർച്ച് ഒക്കെ ഭയങ്കരമായി ഈ കാലഘട്ടത്തിൽ കൂടി വരികയായിരുന്നു എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം. ഓക്കെ, ഇനി കാലഘട്ടം, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആ കാലഘട്ടത്തെ പറ്റി ഒന്ന് പറയാം. 1970s ശേഷമുള്ളത്, അവിടെയാണ് നമ്മുടെ എമർജൻസി വന്നത് അല്ലേ? എമർജൻസി, ഇന്ദിരാഗാന്ധി, ഓർമ്മയില്ലേ? ഓക്കെ, ഗ്രീൻ റവല്യൂഷൻ സംഭവിക്കുന്നത് ഏതാണ്ട് ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെയാണ്. അപ്പൊ അതുവരെ നമുക്കറിയാം, ഇന്ത്യയിൽ ആ സമയങ്ങളിൽ 60% ആൾക്കാർ, ജനത കൃഷിയിലായിരുന്നു ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവന്ന മാറ്റം മിക്കവാറും സോഷ്യോളജിക്കലി, എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി വലിയ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ആ കാലഘട്ടത്തെ മേജർ ഇവന്റ്സ് നമുക്കൊന്ന് കോട്ട് ചെയ്ത് വെക്കാം. എമർജൻസി, ഗ്രീൻ റവല്യൂഷൻ ആൻഡ് അതർ ഇൻഡസ്ട്രിയലൈസേഷൻ പറയാം ആൻഡ് അതർ സോഷ്യോ എക്കണോമിക്കൽ ചേഞ്ചസ്, അതർ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ചേഞ്ചസും അവിടെ റാപ്പിഡായിട്ട് എക്കണോമിക്കൽ ചേഞ്ചസ്, റാപ്പിഡായിട്ടുള്ള ചേഞ്ചസും നടന്നു പോവുകയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് മേജർ ട്രെൻഡ്സിലോട്ട് പോകാം. മേജർ ട്രെൻഡ്സ്, ആദ്യത്തത് നമുക്ക് പറയാവുന്നത് നേരത്തെ പറഞ്ഞില്ല, സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിന് ക്രിറ്റിസിസം ഫങ്ഷണലിസം. ഓക്കെ, ഇതിനെതിരെയുള്ള ക്രിറ്റിസിസം വളർന്നു വന്നു. അപ്പോൾ മാർക്സിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഇന്ത്യയിൽ കാര്യമായിട്ട് ശക്തി പ്രാപിക്കുന്നു. നിയോ മാർക്സിസ്റ്റ് സ്കൂൾസ് വരുന്നു. അതുപോലുള്ള കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്സ് കാര്യമായി വളർന്നു വന്നു. ഓക്കെ അല്ലേ? മേജറായിട്ട് നമുക്ക് അത് പറയാം. ഒന്നാമത്തത്. 2, ഗ്രീൻ റവല്യൂഷൻ വന്നില്ലേ? അഗ്രികൾച്ചർ മേഖലയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണമല്ലോ സോഷ്യോളജിക്കൽ പഠനം. സോ അതും വന്നു. ഇൻക്രീസ് ഫോക്കസ് ഓൺ അഗ്രേറിയൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഉണ്ടായി. അവിടെ നമുക്ക് പറയാം, ഗ്രീൻ റവല്യൂഷൻ ലാൻഡ് റിലേഷനിൽ ഉണ്ടായ മാറ്റങ്ങളെ പറ്റി പഠിച്ചു. ക്ലാസ് സ്ട്രക്ചറിൽ ഉണ്ടാക്കിയ മാറ്റത്തെ പറ്റി പഠിച്ചു. ഓക്കെ, അപ്പൊ അവിടുത്തെ മേജർ തിങ്കേഴ്സ് ആയിട്ട് TK ഉമ്മൻ പറയാം, AR ദേശായി, DN ധനഗരെ, ദാംഗ്രെ. ഓക്കെ, ഇവരെയൊക്കെ നമുക്ക് മേജർ തിങ്കേഴ്സ് ആയിട്ട് പറയാം. അഗ്രേറിയൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്, അവിടെ മേജറായിട്ട് ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുണ്ടാക്കിയ മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, മാർജിനൈസ്ഡ് ഗ്രൂപ്പിനെയൊക്കെ അവോയ്ഡ് ചെയ്തു. വുമൺ, ദളിറ്റ്സ് അല്ലേ?
അതുപോലുള്ള മാർജിനൈസ് ഗ്രൂപ്പിനെ അവോയ്ഡ് ചെയ്തപ്പോൾ എന്ത് പറ്റി? അവര് പ്രൊട്ടക്ഷൻ കാര്യങ്ങളും ഒക്കെ തുടങ്ങി. അപ്പം അവരെ പറ്റി, അതായത് മാർജിനലൈസ്ഡ് സെഷൻസിനെ പറ്റിയുള്ള ശ്രദ്ധ ഇവിടെ കൂടി. പൂർണ്ണമായിട്ട് വന്നില്ല, ബട്ട് ഇവിടെ നല്ല രീതിയിൽ കൂടി തുടങ്ങി. ദളിത് വുമനെ പറ്റിയൊക്കെയുള്ള പഠനങ്ങൾ കാര്യമായിട്ട് തുടങ്ങി. സോ റൈസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്സ്, അതായത് റൈസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്സ് ഉണ്ടായപ്പോൾ അതിനെപ്പറ്റിയുള്ള പഠനങ്ങളും കാര്യങ്ങളും അവിടെ നടന്നു. ഇത് പറയുമ്പോൾ വുമൺ പറയാം, ദളിത് മൂവ്മെന്റ്സ് പറയാം, അതുപോലെ സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റുകൾ കാര്യങ്ങളും നമുക്ക് പറയാം. സ്റ്റുഡൻറ് മൂവ്മെന്റ്സും കാര്യങ്ങളും നമുക്ക് അവിടെ പറയാം. ഓക്കെ, ഇതിന്റെ കാര്യമായി അവർ എന്തിനാ പറ്റി പഠിച്ചത്? ആൾക്കാർ കളക്റ്റീവായിട്ട് വരുമല്ലേ, അപ്പം കളക്റ്റീവ് ആക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഇമ്പാക്റ്റിനെ പറ്റി അവർ പഠിച്ചു. ലീഡർഷിപ്പിനെ പറ്റി പഠിച്ചു. പൊളിറ്റിക്സിന് പല ഡൈനാമിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് അല്ല, പ്രൊട്ടസ്റ്റിന് ഡൈനാമിക്സ് ഓഫ് പ്രൊട്ടസ്റ്റ് പഠിച്ചു അല്ലെ. എല്ലാവരും പല രീതിയിലാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അതിന്റെ പ്രൊട്ടസ്റ്റിന്റെ പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ എങ്ങനെയാണ്, അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ്, അതിനെ പറ്റിയൊക്കെയുള്ള പഠനങ്ങൾ കാര്യമായിട്ട് നടന്നു. ഓക്കെ, അതാണ് നമുക്ക് 1970s മേജർ ട്രെൻഡ്സിലായിട്ട് നമുക്ക് പറയാവുന്നത്. അതായത് ഫങ്ഷണലിസത്തിന് മെയിൻ ആയിട്ട് എതിര് വന്നു. അഗ്രേറിയൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് കാര്യമായിട്ട് നടന്നു. സോഷ്യൽ മൂവ്മെന്റ്സ് വന്നു. അപ്പൊ അതിനെ പറ്റിയുള്ള പഠനങ്ങൾ നടന്നു. സോഷ്യൽ മൂവ്മെന്റ്സ് എവിടെ പറയാം? വുമൺ, ദളിത് ആൻഡ് സ്റ്റുഡന്റ് മൂവ്മെന്റ്സിനെ പറ്റി നമുക്ക് പറയാം. ഇനി മെത്തഡോളജിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്തായിരുന്നു നോക്കാം ആ കാലഘട്ടത്തിൽ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, നേരത്തെ തുടങ്ങിയത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഫീൽഡ് വർക്കും കാര്യങ്ങളും എംപിരിക്കൽ റിസർച്ചൊക്കെ കണ്ടിന്യൂ ചെയ്തു. മാത്രമല്ല അതിൽ ഡെവലപ്മെന്റ് നടന്നെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? നമുക്ക് പറയാം ഫീൽഡ് വർക്ക്, ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം നടന്നു. ഇന്റർവ്യൂ, സർവേസ് ഒക്കെ തുടർന്നു. ഇതിൽ വലിയ ഡെവലപ്മെന്റ് നടന്നു. അപ്പൊ ഇതിൽ അവർ ഇന്നോവേഷൻ ആയിട്ട് കൊണ്ടുവന്നതാണ് കമ്പൈൻഡ് അപ്രോച്ച്. ഫീൽഡ് വർക്ക് നടത്തുമായിരിക്കും, അവിടെ തന്നെ ഇന്റർവ്യൂവും സർവേയും കൂടി നടത്തും. ഏത്? കമ്പൈൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. ഒരിടത്ത് തന്നെ പല അപ്രോച്ചസ് ഇട്ട് കമ്പൈൻ ചെയ്ത് കാര്യങ്ങൾ നടത്തും. അപ്പൊ ഇതുവഴി എന്ത് കിട്ടും? നമുക്ക് മോർ ഡീറ്റെയിലിംഗ് ആൻഡ് സ്ട്രക്ചേർഡ് അനാലിസിസ് നടത്തുവാണ്. ഡീറ്റെയിലിംഗ് ആൻഡ് സ്ട്രക്ചേർഡ് അനാലിസിസ് ഓഫ് എ സാമ്പിൾ ഗ്രൂപ്പ് നമ്മൾ ചെയ്യുവാണ്. ഓക്കെ, അതായത് മെത്തോഡോളജിക്കലി മെയിൻ ആയിട്ട് വന്നത്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞോളൂ, ഇതുവഴി തന്നെ മറ്റേത് 1950s 60s പഠിച്ചപ്പോൾ നമുക്കറിയാം ടെക്സ്റ്റൽ അപ്രോച്ച് കണ്ടിന്യൂ ചെയ്തിരുന്നു കുറച്ചൊക്കെ. ഈവൻ ഇൻ ദ ഏർലി 1950s നടന്നു. ഇവിടെ മേജറായിട്ട് ഫോക്കസ് എംപിരിക്കൽ സ്റ്റഡീസിലായി. ഓക്കെ, ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ഇങ്ങോട്ട് വന്നു. നല്ല കാര്യം. അതുപോലെ കമ്പാരിറ്റീവ് സ്റ്റഡീസും വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചും അതുപോലെ തന്നെ കമ്പാരിറ്റീവ് സ്റ്റഡീസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സോഷ്യോളജീസ്. അത് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് കൂടുതലായി, കമ്പാരിറ്റീവ് സ്റ്റഡീസ് വന്നു, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് വന്നു, കമ്പാരിറ്റീവ് സ്റ്റഡീസ് വന്നു, ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി, അത് ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിൽ ലിങ്കേജ് വരികയും സോഷ്യോളജി ഹിസ്റ്ററിയെ പറ്റി പഠനങ്ങൾ നടത്തി തുടങ്ങുകയും ചെയ്തു. ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി ഹിസ്റ്ററി, ഹിസ്റ്ററിയിലെ സോഷ്യോളജി. ഓക്കെ, ഹിസ്റ്ററിയിലെ സോഷ്യോളജി. ഓക്കെ, അതിനെ പറ്റിയൊക്കെ കാര്യമായിട്ട് പഠനങ്ങൾ ഇവിടാണ് തുടങ്ങുന്നത്. 1970s ശേഷമുള്ള മേജർ ട്രെൻഡ്. അപ്പം നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അവിടെ എന്താണ് നമ്മളിപ്പോൾ ആൻസർ നമ്മളിപ്പോൾ നോക്കുകയെ, അപ്പോഴത്തേക്ക് ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ 20 മാർക്കിനായിട്ട് എഴുതാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാം, ഒരു ക്രിട്ടിക്കൽ ആൻഡ് ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു അല്ലേ. ക്രിട്ടിക്കൽ വന്നു, ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു, വളരെ പ്രധാനപ്പെട്ട ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു സോഷ്യോളജിക്ക് 1970കളിലെ മേജർ ട്രെൻഡ്സ്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ചും കൂടി ലീവ്ഡ് റിയാലിറ്റീസിനെ പറ്റിയാണ് പഠിച്ചത്. ജസ്റ്റ് ഭംഗി വാക്കായിട്ട് എഴുതുവാണ്, ലീവ്ഡ് റിയാലിറ്റീസ് ഓക്കെ ഓഫ് എ സൊസൈറ്റി. ലീവ്ഡ് റിയാലിറ്റി ഓഫ് എ സൊസൈറ്റിയെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിച്ചെന്നുള്ള രീതി നമുക്ക് എഴുതാം. ഇവിടെ മേജറായിട്ട് എഴുതുന്നുണ്ട്, ഞാൻ ആ പോയിന്റ് വായിക്കാം. ഇൻ ദിസ് ഡിക്കേഡ് thus laid the foundation for the more diverse, reflexive and critical sociological research that emerged in the post-1980s periods. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റേത് പഠിച്ചപ്പോൾ 1950s 60s പഠിച്ച് കൺക്ലൂഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് പറയാം 1950s 60s എന്ത് ചെയ്തു? 1970sകളിലെ പഠനങ്ങൾക്ക് വേണ്ടി ഒരു അടിത്തറ ഇട്ടപ്പം 1970s എന്ത് ചെയ്തു? പിന്നെ വരാൻ പോകുന്ന 1980sകളിലുള്ള
പഠനങ്ങൾക്ക് വലിയ അടിത്തറയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭംഗി വാക്കിൽ അവസാനിപ്പിക്കാം. ഇറ്റ്സ് എ ഗുഡ് വേ ടു കൺക്ലൂഡ്. ഓക്കെ, ഏതൊരു നൂറ്റാണ് നമ്മൾ ഇന്നൊരു കാര്യം ചെയ്താൽ അത് നാളത്തേക്കുള്ള അടിത്തറയാണ്. നമ്മൾ ഇന്ന് സോഷ്യോളജി പഠിക്കുന്നത് നമ്മുടെ നാളത്തെ കരിയർ ഡെവലപ്മെന്റിലുള്ള വലിയൊരു ഭാഗമാണ്, അല്ലേ? അതുപോലെ 1970s ഇത് 1980s വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടായി നമുക്ക് പറയാം. സോ ഈ ഡിസ്കഷൻ വളരെ ചെറുതായിരുന്നു എന്നറിയാം. നമുക്ക് ആൻസറിന്റെ ഡിസ്കഷനിലോട്ട് പോകുമ്പോൾ നമുക്കത് കാര്യമായിട്ട് മനസ്സിലാവും. സോ എമർജൻസ് റൈറ്റ്. ഓക്കെ, 1970s അല്ലേ? 1970s നോക്കാം. The 1970s marked a critical phase in development of Indian sociology, representing both a continuation of earlier traditions and the beginning of new orientation toward critical issue-based research. Critical issue-based research lot mari. The post-independence decades had been dominated by structural, functional, and village-centered studies. M.N. Srinivas, Andre Betele, C. Dubey അവരെയൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ കൂടിയിരുന്നപ്പോൾ 1970-കളിൽ സോഷ്യൽ കോൺഫ്ലിക്ട്, ഇന്നിക്വാലിറ്റി, ചേഞ്ചിനെ പറ്റിയൊക്കെ പഠിച്ചു തുടങ്ങി. ഈ പീരീഡ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ലാർജ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ. അതായത് എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി, ഗ്രീൻ റവല്യൂഷൻ ഉണ്ടായി, സോഷ്യൽ മൂവ്മെന്റ്സ് ഉണ്ടായി, എമർജൻസി പീരീഡ് വന്നു. ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യോളജി പഠനത്തെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. Sociological research began to reflect these tensions, moving from descriptive and structural analysis toward more dynamic, critical, problem-oriented studies ആണ് ഉണ്ടായത്. ഇൻട്രോഡക്ഷൻ ഇത്ര എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇതൊന്ന് കവർ ആവുന്ന രീതിയിൽ ജസ്റ്റ് നമുക്ക് ചുരുക്കി എഴുതാം. ഓക്കെ, ബാക്കിയാണ് മേജർ ട്രെൻഡ്, ഗ്രോയിങ് ക്രിട്ടിക് ഓഫ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം ആൻഡ് ദ സെർച്ച് ഫോർ ആൾട്ടർനേറ്റീവ് ഫ്രെയിംവർക്സ്. ആൾട്ടർനേറ്റീവ് ഫ്രെയിംവർക്സ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? താഴെ കൊടുത്തിട്ടുണ്ട്: മാർക്സിസ്റ്റ്, നിയോ മാർക്സിസ്റ്റ്, കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്. നോക്കാം. Earlier sociology tended to emphasize social order, consensus, and stability, viewing Indian society as a system of interdependent parts. Earlier sociology എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ്, അതായത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇന്റർഡിപെൻഡന്റ് പാർട്സ്. അതായത് എക്കണോമി, കാസ്റ്റ്, ഇതെല്ലാം ഭയങ്കര ഇന്റർഡിപെൻഡന്റ് ആണെന്നുള്ള രീതിയിലുള്ള പഠനങ്ങളായിരുന്നു ആദ്യം നടന്നത്. നോക്കാം. However, with critical political unrest and visible ഇന്നിക്വാലിറ്റീസ് ഭയങ്കരമായിട്ട് വിസിബിൾ ആയി തുടങ്ങിയപ്പോൾ ദിസ് വ്യൂ കെയിം അണ്ടർ ക്രിറ്റിസിസം. അന്നത്തെ കഴിഞ്ഞ കൊല്ലത്തെ ചിന്താഗതി നമുക്ക് ഇന്നിക്വാലിറ്റി ഒക്കെ കൂടുതൽ ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ അതിന് ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു. ഫോർ ഇഗ്നോറിംഗ് പവർ റിലേഷൻസ്, സോഷ്യൽ കോൺഫ്ലിക്ട് എക്സെട്ര. അങ്ങനെയാണ് മാർക്സിസ്റ്റ്, നിയോ മാർക്സിസ്റ്റ്, കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്സും അതിന്റെ തിങ്കേഴ്സും വളർന്നു വന്നത്. അവർ ക്ലാസ് സ്ട്രക്ചറിനെ പറ്റി, റൂറൽ ട്രാൻസ്ഫോർമേഷനെ പറ്റി, സ്റ്റേറ്റ് സൊസൈറ്റി റിലേഷനെ പറ്റിയൊക്കെ പഠിച്ചു തുടങ്ങി. This theoretical shift reflected a broader intellectual movement in the global social sciences during this period, as researchers sought to link structural analysis with issues of power, exploitation, and resistance. Okay, power, exploitation, and resistance. Second significant trend ആണ് increased focus on agrarian and rural change. Green Revolution ആയിരുന്നല്ലോ, അപ്പോൾ അതിനെപ്പറ്റി. The impact of Green Revolution on land relations, class structure, rural inequality become a major subject of study. സോഷ്യോളജി ലൈക് ടി കെ ഉമ്മൻ, എ ആർ ദേശായി, ബി എൻ ധനഗരിയൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്തത്. എക്സ്പ്ലോർ ഹൗ ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക്കൽ ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചർ ലീഡ് ടു ന്യൂ ഫോംസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഇൻ റൂറൽ ഇന്ത്യ. അതായത് സൊസൈറ്റിയിൽ അല്ലെ കൃഷിയിൽ ഉണ്ടായ ടെക്നോളജിക്കൽ എക്കണോമിക് ചേഞ്ചസ് കാരണം മാത്രം സൊസൈറ്റിയിൽ ഉണ്ടായ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഒക്കെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ പെസന്റ് മൂവ്മെന്റ്സ് ആൻഡ് ഫാമർ സ്ട്രഗിൾസിനെ പറ്റിയും പഠിച്ചു. അത് നമ്മൾ നേരത്തെ ഡിസ്കഷനിൽ പറഞ്ഞില്ലായിരുന്നു. പെസൻസിനെ പറ്റിയും ഫാമേഴ്സിനെ പറ്റിയുള്ള സ്ട്രഗിൾസും നമ്മൾ പഠിച്ചു തുടങ്ങി. This focus marked a departure from earlier sociological studies, which often portrayed rural India as harmonious and static. റൂറൽ ഇന്ത്യ ഹാർമോണിയസും സ്റ്റാറ്റിക്കും ആയിട്ട് കാണിച്ചപ്പോൾ നമ്മൾ അങ്ങനെയല്ല, മൊബിലിറ്റി ഉണ്ട്, അവിടെ സോഷ്യൽ മൊബിലിറ്റി നടക്കാറുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ 1970s സോഷ്യോളജിക്കൽ പഠനങ്ങളും സോഷ്യോളജിസ്റ്റും കാണിച്ചു തന്നു. ദളിത് മൂവ്മെന്റ്സും വുമൻ മൂവ്മെന്റ്സും തുടങ്ങി. ദ റൈസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്, സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ്, വുമൻ മൂവ്മെന്റ്, ദളിത് മൊബിലൈസേഷൻ, റീജിയണൽ അജിറ്റേഷൻ. ഓക്കെ, ഇതല്ലാതെ റീജിയണൽ ആയിട്ടുള്ള സപ്രസ്ഡ് ക്ലാസ്സസും തുടങ്ങി, പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. അവർക്ക് ഉണ്ടായ പ്രശ്നങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്ത് തുടങ്ങി. പ്രൊവൈഡ് അനദർ ക്രൂഷ്യൽ ഫോക്കസ് ഫോർ സോഷ്യോളജിക്കൽ റിസർച്ച്. Scholars began to study collective action, leadership, dynamics of protest, linking them to broader structures of inequality and political opportunity. ഓക്കെ, ഡൈനാമിക്സ് ഓഫ് പ്രൊട്ടസ്റ്റും, അതായത് ഇപ്പൊ നമുക്കറിയാം പല രീതിയിൽ അന്നത്തേക്ക് ഒബ്സർവേഷൻ വഴി അറിയാം, പഴയ പൊളിറ്റീഷ്യൻസിനെയൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പൊളിറ്റീഷ്യൻസിലും ഏറെ കുറച്ചൊക്കെ ഭാഗങ്ങളിൽ ലൈക്ക് അവരൊക്കെ ഒരു കമ്മ്യൂണിറ്റി നേതാക്കന്മാരായിരുന്നു. അവർ ഭയങ്കരമായിട്ട് ഒരു വിപ്ലവം,
നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പോലെയൊക്കെ ഭയങ്കര വിപ്ലവം രചിച്ച ആൾക്കാരാണ്. ആ രീതി അവർ പിന്നീട് അവിടുത്തെ പൊളിറ്റീഷ്യൻസുമായി മാറിയ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതി വളർന്നു വന്നത് കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റിയെ പറ്റിയൊക്കെ ഇവർ കാര്യങ്ങൾ പഠിച്ചു. ദ സ്റ്റഡി ഓഫ് കാസ്റ്റ് ആൾസോ അണ്ടർവെന്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ബീങ് വ്യൂഡ് മിയർലി ആസ് എ ട്രഡീഷണൽ ഹൈറാർക്കി. Caste was increasingly analyzed in relation to class politics and modern institutions. The 1970s also witnessed the emergence of Dalit and backward class movements വളരെ രീതിയിൽ നടന്നു. മെത്തഡോളജിക്കലി നോക്കാം. 1970s saw a turn towards empirical and field-based studies. കൂടുതലായിട്ട് അത് ഫോക്കസ് ചെയ്തു. ഗ്രോയിങ് റിഫ്ലെക്സിവിറ്റി ആൻഡ് തിയറിറ്റിക്കൽ ഡെപ്ത്. ഓക്കെ, തിയറിറ്റിക്കൽ ഡെപ്ത് കാര്യമായി കൂടി ആ സമയത്ത്. സോഷ്യോളജിസ്റ്റ് ബിഗാൻ യൂസിങ് മിക്സ്ഡ് മെത്തേഡ്, അല്ലേ? എന്താണ്? സർവേയും ഇന്റർവ്യൂവും സയന്റിഫിക് സ്റ്റഡീസ്, അതായത് ഫീൽഡ് വർക്കും എല്ലാം കൂടി ഒന്നിച്ച് നടത്തി തുടങ്ങി. ഇതുവഴി മോർ ഡീറ്റെയിലിംഗ് സംഭവിച്ചു. ഓവറാൾ ദ സോഷ്യോളജി ഓഫ് 1970 വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ക്രിട്ടിക്കൽ ആൻഡ് ട്രാൻസിഷണൽ സ്പിരിറ്റ്. Okay, critical and transitional spirit. This discipline began to question its own assumptions, seeking to connect sociological inquiry with lived realities of society in a flux. Thus, this decade laid the groundwork for the more diverse, reflexive, and critical sociological research that emerged in India in the post-1980 spirit. നമുക്കൊരു ക്രിട്ടിക്കൽ ഇതായിട്ട് നോക്കുമ്പോൾ തീമാറ്റിക് ഡൈവേഴ്സിഫിക്കേഷൻ, എംപിരിക്കൽ റിഗർ, ഓക്കെ, അതായത് കൂട്ടി ഉറപ്പിച്ചു ഇൻസ്റ്റിറ്റ്യൂഷണൽ നെറ്റ്വർക്ക്സ്, ഇതൊക്കെയായിരുന്നു പോസിറ്റീവ്സ് ആയിട്ട് പറയുമ്പോൾ. ഇവിടെയും നമുക്ക് ഇവർ അർബൻ ആൻഡ് വില്ലേജ് സെന്റേർഡ് ആയി കുറെയൊക്കെ പോയെന്നുള്ള രീതി നമുക്ക് പറയാം. ഇപ്പം ദളിത് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞെങ്കിലും നമുക്ക് നോക്കുമ്പോൾ 1980s ശേഷമാണ് കാര്യമായിട്ട് അവരെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. ഇവിടെ ജസ്റ്റ് ആ പ്രഷർ കാരണമുള്ള ഒരു ഫോക്കസ് വന്നേ ഉള്ളൂ. എത്ര ചെയ്താലും പോരാ, ഓക്കെ, ആ രീതിയിൽ നമുക്ക് ലിമിറ്റേഷൻ എഴുതാം. അപ്പൊ അവിടെ എന്തെഴുതുന്നതിലും കാര്യമില്ല. വില്ലേജ് സ്റ്റഡീസ് കുറഞ്ഞു പോയെന്ന് പറയരുത്, അത് കൂടി. പക്ഷേ മാർജിനൈസ്ഡ് സെക്ഷൻസ് പറ്റി, സബാൾട്ടൺ സ്റ്റഡീസ്, മാർജിനൈസ്ഡ് സെക്ഷൻസിനെ പറ്റിയുള്ള സ്റ്റഡീസ് കമ്പാരിറ്റീവ്ലി കൂടി. പക്ഷെ അതിനേക്കാൾ അടുത്ത നൂറ്റാണ്ടിൽ കൂടുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ പ്രീവിയസ് ടൈം പറയാം, ഈ നൂറ്റാണ്ടിൽ അത്ര ഒന്നും നടന്നിട്ടില്ലെന്ന് പറയാം. ഓക്കെ, despite these gaps, the decade established methodological and institutional foundation that shaped Indian sociology for subsequent decades. The 1970s marked a mature and dynamic phase in Indian sociological research. നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇത് ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് നേരത്തെ ഉപയോഗിച്ചതായി ഈ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, ഇവിടെ ഉപയോഗിച്ച് കൺക്ലൂഡ് ചെയ്താലും മതി. ഈ സെന്റൻസ് നമുക്ക് താഴോട്ടിടാം. ഓക്കെ, ഇത് രണ്ട് കൺക്ലൂഷൻ പഠിച്ചു വെക്കേണ്ട. ഇത് നമുക്ക് ഈ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എഴുതി കഴിഞ്ഞ്, ഓക്കെ, പോസിറ്റീവ്സും നെഗറ്റീവും എഴുതി കഴിഞ്ഞിട്ട് ഈ കൺക്ലൂഷൻ അങ്ങ് ഉപയോഗിച്ചാൽ. ഇതായിരുന്നു ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പഠിച്ചു വെച്ച കൺക്ലൂഷൻ. ഇനി പുതുതായിട്ടൊരു കൺക്ലൂഷൻ പഠിക്കണം. ഓക്കെ, അതിലും പുതുതായിട്ട് പോയിന്റ്സ് ഒന്നും പഠിക്കുന്നത്. ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, സിസ്റ്റമാറ്റിക് ഫീൽഡ് വർക്ക് ട്രഡീഷൻ, അതൊക്കെ തന്നെ. ഓക്കെ അല്ലേ? 1950s 60s പഠിച്ചു, 1970s പഠിച്ചു. ഇതിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ 1980s പറ്റി നമ്മൾ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥനാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. നിങ്ങൾ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മൾ സോഷ്യോളജിയെ പറ്റിയുള്ള എല്ലാ അപ്ഡേഷനും അതിലായിരിക്കും തരുന്നത്. ഓക്കെ, നമ്മൾ ഈ ആൻസേഴ്സിന്റെ ഒക്കെ ഒരു ബുക്ക് ഉടനെ റിലീസ് ചെയ്യും. അപ്പൊ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ചാനലിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.